ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് സോയാബീൻ വെച്ചിട്ട് ഒരു അടിപൊളി ഗ്രേവി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്തതാണ്. തൊലി കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക, പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിന് പകരമായിട്ടത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മളെന്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ തക്കാളിയിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, പുഴുങ്ങിയത് അച്ചലേക്ക് ജ്യൂസ് അടിച്ച് കണ്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതൊന്ന് അതിൻ്റെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്, തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്, അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഒക്കെ പാട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണേ അതേപോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ സോയാബീൻ ഉണ്ടല്ലോ, അതതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കാണും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വറ്റി വരുമ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പും അതുപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക കേട്ടോ. അപ്പം നമ്മളെ സോയാബീൻ ഗ്രേവി സൂപ്പർ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ.